ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദുരന്തം നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത്. കാരണം എൻ്റെ കൂട്ടുകാരനല്ല, അവനെൻ്റെ കൂടപ്പുറപ്പാണ്. നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ ചിലപ്പന്മാർ കഷ്ടപ്പെടണത്. കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ. അപ്പോൾ ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവനൊരു ബൈക്ക് വേണം, 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് വേണം. അപ്പം കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട്, മേടിച്ചു തന്നെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയൊക്കെ മേടിച്ച് ഇവന് ഒരു എന്തോ 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ച് കൊടുത്ത് ഇവൻ ആ ബൈക്കിൽ കയറി റോക്കറ്റ് പോകണ മാതിരി റോട്ടിയിട്ടങ്ങ് പോയിട്ട് ഒരു ബസ്സിൻ്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണ മാതിരി അവനങ്ങ് പൊട്ടി. അവൻ്റെ സൂക്കേടും തീർന്നു. ഈ മരണവാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി. ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞരമ്പ് പൊട്ടി, അമ്മയും തീർന്നു. ഈ ദുഃഖവാർത്ത അപ്പനറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീറി ഒരു കത്തെഴുതി വച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്ത് കത്തിലെന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ? അവൻ കാരണമാണ് അവൻ്റെ മോൻ മരിക്കാൻ കാര്യമൊന്നും. ശരിയല്ലേ? നമ്മൾ മക്കളെ പട്ടിണി എന്താണെന്നോ ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താണെന്നൊന്നും നമ്മൾ അറിയിക്കുന്നില്ല. അതാണ് തെറ്റ്. മറിച്ച് 2 ദിവസമെങ്കിലും ഈ മക്കളെ പട്ടിണിക്കിട്ടിട്ട് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് അവർ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നമ്മളെ അവർ ഓർത്താനെ. നമ്മൾ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവമാണ്. അമ്മ മക്കളെ പഠിപ്പിക്കണമെന്നേ. അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ച് ഇവർക്ക് വണ്ടിക്കാളനെ കൂട്ട് പണിയെടുത്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ തെറ്റാന്നേ, നമ്മളിങ്ങനെ തെറ്റാ. കരച്ചിലും മണ്ണുണ്ട്, തെറ്റാ. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞ ഈ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. അന്ന് നാഴി കഞ്ഞിവെള്ളം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വിശപ്പ് അടക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, കപ്പ, ആഞ്ഞിലിപ്പഴം, കൊട്ടങ്ങാപ്പഴമൊക്കെ വയറ് നിറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത്. അന്ന് ഞങ്ങളുടെ പെരേ കോലപ്പരയാട്ടോ. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്ത് വീഴും. അത്രയ്ക്ക് ചോർച്ച. അത്രയ്ക്ക് ചോർച്ചയാ. നിങ്ങൾക്ക് അതറിയില്ല. പല രാത്രികളിലും മഴ ഞങ്ങൾ ഉറക്കിയിട്ടില്ല. ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് വരണ്ടാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങളറിയില്ലല്ലോ, നിങ്ങളൊന്നും അറിയണില്ല. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്ക് പറയാനുള്ളത്.